ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുമിത്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കുറച്ച് പരിപാടികളാണ്. നമ്മുടെ വണ്ടി ഇന്ന് ശരിക്കും പറഞ്ഞാൽ അലൈൻമെൻറ്റ് ഒന്ന് ചെയ്യണം, പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, ഫുള്ള് ഡസ്റ്റായിട്ട് കിടക്കുക. അപ്പം ഇത്രയും ദിവസമായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുള്ള് നമ്മുടെ പുതിയ താറിൻ്റെ അലൈൻമെൻറ്റും പിന്നെ ഇവനെ ഒന്ന് അടിപൊളിയാക്കി കുട്ടപ്പനാക്കി കൊണ്ടുവരണം. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ള് പൊടിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനെ ചക്കര കയറാ, പോകണ്ടേ? ഷോപ്പ് എത്താറായി. എവരിഡേ എന്ന് പറഞ്ഞ ഒരു അലൈൻമെൻറ്റ് ആൻഡ് വാഷിംഗ് സർവീസിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം അലൈൻമെൻറ്റ് ചെയ്യണം, അതിന് കഴിഞ്ഞിട്ട് നമ്മൾ വാഷിന് കൊടുക്കുന്നത്. അവിടുത്തെ അലൈൻമെൻറ്റ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കൊടുത്തതിൽ ഇത്രയും നാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കട എവരിഡേ കേട്ടോ. അടിപൊളിയാണ് അവരുടെ സർവീസ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുമ്പോഴേ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പം ഗൈസ്, നമ്മൾ നേരെ ഇനി ഷോപ്പിനകത്തോട്ട് ചെല്ലുക. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ല ദൂരം, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ, അന്നേരം പോകും. ഇപ്പോൾ കണ്ടോണം, നോക്കണം. കണ്ടോ നോക്കാൻ മതി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. ക്യാമറ ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ള് അതിനകത്ത്. ഫസ്റ്റ് ടൈം ആവട്ടെ നമ്മൾ താർ അവിടെ വാഷിന് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ മറ്റേ വണ്ടികൾ കൊടുത്തിട്ടല്ലാതെ താറ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അലൈൻമെൻറ്റിനും നമ്മുടെ ഈ വണ്ടി ഫസ്റ്റ് ടൈമാണ് അവിടെ കൊടുക്കുന്നത്. ഗൈസാണ്ട് എവരിഡേ കാർ കെയർ എന്ന് പറഞ്ഞൊരു ബോർഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പയ്യെ വണ്ടി അകത്തോട്ട് കയറ്റുവാണ്. அலைன்மெண்ட் மட்டும் செக் பண்ணோன்னா அலைன்மெண்ட் செக் பண்ணி வாஷ் எடுக்கணும். வாஷ் ஃபுல்லாக வந்து வெயிட் பண்ணேன். நான் பார்த்துக்கலாம். ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ടയറിലോട്ട് ഹുക്ക് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ അലോയ്ക്ക് സ്ക്രാച്ച് ആകത്തില്ല. കണ്ടോ ഇത് ഈ സാധനം ഇങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യുന്നുള്ള പ്രത്യേകതയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതേ ലോക്ക് ചെയ്യുമായിരുന്നു. ഇതേ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് സ്ക്രാച്ച് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് കാരണം അലോയെ സ്ക്രാച്ച് ആകാമേ ഇതിലേ കണക്ട് ചെയ്യും. ഇത് നമ്മൾ 4 വീലയിൽ ഇത് കണക്ട് ചെയ്യുവേ. സോ ഇതിലൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടോ, ഇത് നമുക്ക് സ്ക്രാച്ച് ആകത്തില്ല. ഇതിനകത്തൊരു റബ്ബർ ബുഷാണ്. സോ അതുകൊണ്ട് അലയിൽ ഇത് സ്ക്രാച്ച് ആകാതെ ഇതിങ്ങനെ തന്നെ ഇതിലോട്ട് വെച്ച് ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അലോയ്സിന് ഒരിക്കലും ഒരു സ്ക്രാച്ച് വരത്തില്ല. അതിൽ ചേഞ്ചസ് എടുക്കാണോ? അല്ല ஓகே. இது எப்படி உங்களுக்கு தெரியும் டிஃப்ரென்ஸு? இது வந்து இந்த 05ம் 03ம். ஓகே. இது வந்து 08ம் 02 இருக்குல்ல, அது வந்து ஸ்டீரிங் ஹெட், அதனால பிரச்சனை இல்லை. ஓகே ஓகே. என்ன யூனிட் ஆவல தாண்டி இருக்கு. ஆமாம் அதனால மாறணும். ஓகே ஓகே. அப்போ டோமேட்டோ வந்து வந்துருவோம். ஓகே. கரெக்டாக ഒരു 5 അരിപ്പാടിയിൽ ഇത് 5 വെച്ചു. ഓക്കെ ഓക്കെ. നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും അതിനകത്തില്ല. ഒരു ചെറുതായിട്ടൊരു വേരിയേഷനേ ഉള്ളൂ. അതപ്പോൾ അവർ മാറ്റി റെഡി ആക്കിയുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വെട്ടി തേഞ്ഞിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമ്മളടുത്ത് ഇനിയും
അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി വണ്ടി നമ്മുടെ വാഷിങ്ങിലോട്ട് കയറ്റും. നമ്മുടെ അലൈൻമെൻറ്റ് പരിപാടി കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പം നേരെ അകത്തോട്ട് വാഷിങ്ങിന് വന്നിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വാഷിംഗ് സൈഡിലോട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർ നമ്മുടെ വണ്ടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും. അതായത് എന്തൊക്കെ എവിടെയൊക്കെ സ്ക്രാച്ച് ഉണ്ടോ, ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി. അതെല്ലാം ഫുള്ള് നോക്കിയിട്ട് ഇവർ നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റത്തുള്ളൂ. കയറ്റിയിട്ട് ഫസ്റ്റ് ഇവർ ഫുള്ള് ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പം കണ്ടൊരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അതിശയിപ്പിച്ച ഒരു കാര്യം. അതായത് ഇത് അണ്ണാ இந்த வண்டியோட ஓனர் தான் அவங்க. அண்ணா ஒரு நிமிஷம் வரீங்களா? இது வந்து என்ன ப்ராப்ளம்ண்ணா இதில் ஃபுல்லாக? ஓகே ஓகே. ஓஹோ, அதாவது வெயில் அடித்து ஃபுல்லாக ஃபெய்டாக இருக்குது. லைட்டு ஃபுல்லு ஃபெய்டாக இருக்குது. ஓகே ஓகே ഓക്കെ. സോ ഇവരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെയിലെല്ലാം നിർത്തിയിട്ട് കഴിഞ്ഞ ശേഷം ഇത് മൊത്തം ഫെയ്ഡായിട്ട് ഇപ്പോൾ അതിനെ നമ്മൾ പുതിയ ഹെഡ്ലൈറ്റ് പോലെ തന്നെ ആക്കിയെടുക്കുക. എவ்வளோண்ணா இதுக்கு നമുക്ക് കോസ്റ്റ്? ഒരു 2500 250. ഒരു എവിടെ ഉണ്ട്? ഒരു ലൈറ്റിക്ക് 250. അതായത് ഇതൊന്ന് നിങ്ങൾ പുതിയത് മേടിച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അടിച്ചാലും ഒരു 15000 രൂപയാവും ഒരു സെറ്റിന്. ഇത് വെറും 250 രൂപയ്ക്ക് നല്ല പുതിയതുപോലെ കിടിലിനാക്കി കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലോട്ട് വാ. ഇത് ഈ സെയിം പ്രോബ്ലം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല പുത്തം പോലെ ആ വർക്ക് കഴിഞ്ഞ് നോക്കി, അടിപൊളിയല്ലേ? കിടിലൻ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. 250 രൂപയ്ക്ക് ഒരു എല്ലൈറ്റിന് 250 രൂപ ഉള്ളൂ. രണ്ടാം കൂടി ചെയ്യുമ്പോഴത്തേക്ക് 500 രൂപ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. എവരിഡേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. அது எதனால? வண்டியில் வந்து எது இருந்துச்சுன்னா ஸ்க்ராட்ச் எதுவும் இருக்கா, வண்டி ஸ்க்ராட்ச் எதுவும் இருக்கா, ஓகே, டயர் எதுவும் டேமேஜாக இருக்கா, ஓகே ஓகே, அந்த மாதிரி திங்ஸ் எதுவும் இருக்கா, இல்லை கஸ்டமர் அமௌண்ட் எதுவும் வச்சுருக்காங்களா, அது செக் பண்ணிட்டு தான் அதுக்கப்புறம் நம்ம எந்த ப்ராசஸ்னாலும் நம்ம ப்ராசஸ் பண்ணுறது. ஓகே, ஃபஸ்ட்டு இருந்தாலும் சரி வாட் வாஷிங்காலும் சரி உள்ள கஸ்டமர் சொல்லுவாங்க உள்ள திங்ஸ் இருக்குது, வண்டியில் முக்கியமான பொருள் இருக்குது, ஓகே ஓகே, அதனால சொல்லுவாங்க. இல்லை கிராச் எதுவும் இருக்குது, இந்த மாதிரி கிராச் அப்படியே சில கஸ்டமர் தான் சொல்லுவாங்க இருந்துக்கிட்டே இல்லைன்னு சொல்லுவாங்க. ஓ ரைட், ஓகே ஓகே, புரியுது. இப்போ எங்களை சொல்லுவாங்க கிராச் எங்கே நீங்கள் தான் போட்டீங்க அது மாதிரி சொல்லுவாங்க. அதுக்கண்டு நம்ம வண்டியை எப்போ வந்தாலுமே வண்டியை சுற்றி போது ஜாஸ்தி போகிறது. ஓ ஓகே ஓகே ஓகே. எழுதிட்டு உங்கள்கிட்ட என்ன சர்வீஸ், வாட் வாஷ்னா வாட் வாஷ், இல்லை அலைன்மெண்ட்னா அலைன்மெண்ட், இல்லாட்டி பேலன்ஸ்னா பேலன்ஸ், அதை பார்த்துட்டு அதுக்கப்புறம் தான் வண்டியை சுற்றி நோட் பண்ணுவோம் கிராச் இது இருக்கா, ஓகே ஓகே, கிராச் போட்டோன்னு சொல்லுவாங்க. அதனால தான் முக்கியமானது வண்டியில் வந்து ஜாஸ்கார்டு போடுறது மெயினாக. ஓகே ஓகேண்ணா, ஓகே. அப்போ அதாவது ஜாப் ஷீட்டு போட்டதுக்கப்புறம் தான் நீங்கள் வண்டி உள்ளே விடுவோம். அதுக்கப்புறம் வண்டி நாங்கள் உள்ளே எடுப்போம். நான் அது வரைக்கும் எடுப்போம். சூப்பர், நல்ல விஷயம் தான். சரி. ഗൈസ്, അപ്പോൾ നമ്മുടെ അകത്തെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അവർ എയറിൽ അടിച്ച് നല്ല ഫുള്ള് വാക്വം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരിന് നമ്മൾ നേരെ വണ്ടി അകത്തോട്ട് ഹോം വാഷിന് വേണ്ടി അകത്തോട്ട് കയറ്റുക കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, രണ്ട് വണ്ടി വന്നാലും ഇടാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഒരു പൊളി ലുക്ക് തന്നെയല്ലേ ഇവൻ കയറിപ്പോകുന്നതാണ്. ഇപ്പോൾ അവർ അടിക്കുന്നുണ്ടോ, അതായത് ഈ ചെറിയ ചെറിയ കറകൾ പോകാൻ വേണ്ടിയിട്ട് അവർ ക്ലീൻ ചെയ്യുന്നതാണ് അത്. സോ വാഷിങ്ങിന് മുമ്പായിട്ട് അവർ ഈ ഈച്ചയുടെ ഈ കറകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഡീഗ്രീസിങ്ങാ എന്താ അതാണ് ക്ലീനിങ്ങാ? ഓക്കെ ഓക്കെ, അതെന്നാ இந்த പൂച്ചയെല്ലാം വന്ന എന്താ? ഓക്കെ ഓക്കെ, അത് പൂച്ചയെന്ന് പറഞ്ഞാൽ ഈച്ചയാണ് കേട്ടോ. ഈച്ചയുടെയൊക്കെ വന്ന് ഒട്ടിയിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലിക്വിഡ് വരുമല്ലോ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട്, മീൻസ്
അതിങ്ങനെ അതിൻ്റെ ഒരു കെമിക്കൽ പോലെ അല്ലേ ഇതിൻ്റെയൊക്കെ ഈ ലിക്വിഡ് വന്ന് ഇരുന്ന് കഴിഞ്ഞായിട്ട് പോകത്തില്ല. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അവരത് അടിക്കുന്നതിൻ്റെ കാരണം. ഇത് ഫുള്ള് അവർ ക്ലീൻ ചെയ്യും, അതൊഴിച്ച് ഫുള്ള് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ. ഫസ്റ്റ് അത് ഇറച്ചിട്ടാണ്, നല്ലത് ഈ പെട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വാഷിങ് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, ഇത് കഴിയുമ്പോഴത്തേനും ഒരു കൂട്ടം ആൾക്കാർ വരും ഇതൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേരാണ് ഇവിടെ കണ്ട, മൊത്തം നീല ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കുറേ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ പരിപാടിയാണ് ഓരോരുത്തരും, കാരണം അവരാരും ചുമ്മായിരിക്കുന്നില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ടയർ പോളിഷിൻ്റെ സൈഡ്, ഒരാൾ ഗ്ലാസ് വാഷ് ചെയ്യുന്നു, ഗ്ലാസിൻ്റെ അവിടെ ക്ലീൻ ചെയ്യുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ബാക്കി എല്ലാം നോക്കിക്കോളും, നമ്മളൊന്നും അറിയേണ്ടതെന്ന് പറഞ്ഞൊരു കാര്യം. പക്ഷേ ഇവിടുത്തെ വേറെ കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മാത്രമല്ല, തമിഴ്നാട്ടിലെ മൊത്തം എനിക്ക് തോന്നുന്നത് വെള്ളം നമ്മുടെ ബോർവെള്ളമാണ്. അപ്പം ബോർവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാസ്സെല്ലാം പാടിരിക്കും, ഉപ്പു രസമുള്ള വെള്ളമാണ്. അപ്പം അതിന് ഇവർ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്യുന്ന ശേഷം നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി അത് ഭയങ്കരമായിട്ട് നാശമാകും. അപ്പോൾ ഓരോ ഗ്ലാസ്സിലും അതിൻ്റെ വാട്ടർ മാർക്ക് ശരിക്കും അറിയാനും പറ്റും. അപ്പോൾ ഇവരതെല്ലാം നോക്കി കെയർ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ നമ്മുടെ വണ്ടി തരത്തുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫുൾ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളടുത്ത് അതിൻ്റെ ബില്ല് തരണം. ജോബ് ഷീറ്റ് എഴുതി അവർ നമുക്ക് ബില്ല് തരും. ബില്ല് പേ ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തമിഴ്നാട്ടിൽ തൃച്ചിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വാഷിംഗ് സെൻ്ററാണ് ഇത്. അടിപൊളിയാണ് കേട്ടോ. അതായത് നല്ല റെസ്പോൺസാണ് ഇവരുടെ നമുക്ക് കിട്ടുന്നത്. അത് ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അവരതിനനുസരിച്ച് ഒരാൾ ഫുൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഒരു വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി മൊത്തം നോക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കുറവുണ്ട്, എവിടെയൊക്കെ ക്ലീൻ ആകാതെ ഉണ്ട്, അയാളും പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സൂപ്പർവൈസർ ഇവരുടെ ഒരു വണ്ടിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. കൂടെ ഒരു 2-3 സ്റ്റാഫും ഉണ്ടായിരിക്കും. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഇവിടുത്തേൽ. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തുടക്കി ഇവിടെ തുടയ്ക്കെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ നേരെ ബില്ലിങ്ങാണ്. ബില്ലിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം നല്ലൊരു ചായ കൂടി. അതിലിടം മോനു അല്ല സോനു റൈറ്റ്. ഓക്കെ, എന്നാ വാടാ ബില്ല് കൊടുത്തിട്ട് പോകും. അണ്ണാ ബില്ല് റെഡി ആയിരിച്ചാണാ? അപ്പോൾ ഇതാണ് നമ്മുടെ പൈസ പോകുന്ന സ്ഥലം. ഇത്ര നേരം നമുക്കവിടെ ഇത് നമ്മൾ ആക്സസറീസ് എല്ലാം കൊടുക്കുന്നതാണ്. മീൻസ് വണ്ടിക്ക് വേണ്ട കെയറിങ് സെറ്റ് അല്ല. ഓ ഓക്കെ, இதெல்லாம் நீங்களே செட் பண்ணி கொடுப்பாங்களா? அதான் நாங்களே செட் பண்ணி கொடுக்குறோம். எல்லாமே நாங்களே செட் பண்ணி கொடுத்துருவோம். அதே மாதிரி வண்டிக்கு டஸ்டர். ஓகே ஓகே ஓகே, எல்லாமே வந்து காருக்கு நான் பாலிஷ், டெஃபான் பாலிஷ், ஓகே, செராமிக் கோட்டிங், கிராஃபைன். இது வந்து சேலுக்கு அதான் இது நீங்க பண்ணி கொடுத்து நாங்க பண்றது தான். ஓகே, அந்த அக்சஸரீஸ் வந்து வைப்பர் பிளேட், எஸ்டார், ஸ்மெல், ஓகே ஓகே.
ഓക്കെ താങ്ക് യു. ഇതൊന്നുമില്ല കേട്ടോ, ചെക്ക് കടയാത്, ബില്ലിതാ. ഓക്കെ താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ஏது மேடம்? கண்டிப்பாக கொடுத்துருவேன் மேடம். சரி வரேண்ணா, தேங்க்யூ. ഇവർ தான் അങ്ങേന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് എപ്പോഴും വരുന്നത്. ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ കൂടെ, ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്നാലും നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ വണ്ടി എടുത്ത് വേണ്ട രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് തന്നൊരു പാർട്ടി. അതുകൊണ്ട് ഞാനിനി ഇൻട്രോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഇവിടെ കയറുന്ന കടയാണ്. സോ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് എപ്പോഴും. ഓക്കെ താങ്ക് യു വെരി മച്ച് ബ്രോ. ശരി, താങ്ക്സ് മാഡം. നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തതും. പയ്യെ നമ്മളിനിയും നേരെ വീട്ടിലോട്ട്. അപ്പം നമ്മുടെ വണ്ടിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫുൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലത് ഉളപ്പനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 6:30 നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, സുമിത് സൈനിങ് ഓഫ്.